സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോണത് ടെസ്റ്റ് മാസ്കിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ടെസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാസ്ക് ചെയ്യേണ്ട ഇമേജ് ആഡ് ചെയ്യാം. ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് ടെസ്റ്റിൻ്റെ ലെയർ. ഇതിൻ്റെ മേലായിട്ട് വേണം നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ താഴെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസ്കിങ് വർക്കാവില്ല. അപ്പോൾ നമ്മൾ മാസ്ക് ചെയ്യാനായിട്ട് മാസ്കിൻ്റെ ഷോർട്ട് കീ ഞാൻ പറഞ്ഞുതരാം. മാസ്കിങ് വർക്ക് ചെയ്യാൻ ഇതാണ് മാസ്കിങ്. അപ്പോൾ നമ്മൾ കണ്ടില്ല. ഇപ്പോൾ അത് ഇത് മേലേക്കല്ല, അതിൻ്റെ താഴെയുള്ള ലെയർ മേലേക്കാണ് വർക്ക് ആവുന്നത്. അപ്പോൾ ഇത് ഞാൻ മേലേക്ക് തന്നെ ഇടാം. എന്നിട്ട് ഈ ലെയർ സെലക്ട് ചെയ്യുക, ഈ ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലായി, കണ്ടില്ലേ, മാസ്ക് ആയി. ഇങ്ങനെ നമുക്ക് ടെസ്റ്റിന് മാത്രമല്ല, എന്ത് ഇപ്പോൾ ഷേപ്പ് വെച്ചിട്ടോ ഒക്കെ അങ്ങനെ നമുക്ക് മാസ്ക് ചെയ്യാം. ഇത് മാസ്ക് ഇത് ചെയ്യാനായിട്ട് റിലീസ് ക്ലിപ്പിംഗ് മാസ്ക് റിലീസായി. ഇനി നമുക്ക് ഷേപ്പ് വെച്ചിട്ട് മാസ്ക് ചെയ്ത് കാണിച്ചുതരാം. ഇപ്പോൾ ഷേപ്പ് ആടായി. ഷേപ്പ് ഞാൻ താഴേക്ക് ഇട്ടു. ഷേപ്പ് കാണാത്തത് ഇപ്പോൾ സ്ട്രോക്കായി എടുക്കുക തന്നെയാണ്. ഞാൻ എടുത്തിട്ട് ഷേപ്പ് ആഡ് ചെയ്തു. ഇനി ഞാനിത് ഈ ലെയർ എടുത്തു, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കണ്ടില്ലേ. അപ്പം അങ്ങനെ എല്ലാത്തിനും ഇതുപോലെ തന്നെ കൊടുക്കാം നമുക്ക്. പിന്നെയുള്ളൊരു ടെസ്റ്റിനെ വെച്ചിട്ട് തന്നെ നമുക്കിപ്പോൾ ലോഗൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ടെസ്റ്റിന് തന്നെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഒക്കെ വരുത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു ഷേപ്പ് കൊടുക്കുക. ഷേപ്പ് കൊടുക്കുമ്പോൾ ഇത് ഷേപ്പായി മാറും. ഇതുപോലെ തന്നെ ഷേപ്പായിട്ട് മാറും. ഈ ടൂൾ സെലക്ട് ചെയ്തിട്ട് കണ്ട ഈ ആങ്കർ പോയിന്റ് ഒക്കെ ഇത് കഴിയണം. ഇതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും. ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് ഇപ്പോൾ ലോഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടൊക്കെ ചെയ്ത് കണ്ടില്ലേ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് ഈ കൺവേർട്ട് ടു ഷേപ്പ് ആക്കി കഴിഞ്ഞാലത്തെ ഇത്. ഇത് റൊട്ടേഷൻ ചെയ്യാനുള്ള ഒരു ഇതാണ്. ഇത് നമുക്ക് വാല്യൂ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ തിരിച്ചിടാനൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ നിഴൽ പോലെ അടിയിലേക്കൊക്കെ ചെയ്യണമെന്ന് ചെയ്യുമ്പോൾ യൂസിങ് വരുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ ഇത് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഈ റൈസ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷേപ്പ് അല്ലാണ്ടാവും. അത് വീണ്ടും ഇമേജ് ആയിട്ട് മാറും. ഇമേജ് ഷേപ്പ് വെച്ചിട്ട് നമുക്ക് മായ്ക്കാനൊന്നും പറ്റില്ല. നമ്മളിപ്പോൾ ഇറേസിങ് ടൂളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, നമുക്ക് ആ ടൂൾ വരില്ല. അപ്പം നമ്മൾ വീണ്ടത് ഇമേജ് ആക്കണം. അപ്പോൾ ആണ് ഇറേസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറേസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു അടിയിലേക്ക് പോയ ഒരു ഗ്ലാസ് എഫക്റ്റ് ഒക്കെ ആയിട്ട് തോന്നുന്നില്ലേ, അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ
അങ്ങനെ ഷേപ്പ് ഇട്ട് കൊടുക്കും. പിന്നെ ഇങ്ങനത്തെ ഇമേജൊക്കെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ പണ്ടത്തെ പോലെ പണ്ട് ഫോട്ടോഷോപ്പിൽ അങ്ങനത്തെ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എഐയും എല്ലാം വന്നപ്പോൾ കുറേ മാസ്കിനൊക്കെ കുറേ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ സെലക്റ്റിൽ നമുക്കിപ്പോൾ ഈ സബ്ജക്റ്റ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതിലുള്ള ഈ സബ്ജക്റ്റ് മാത്രമായിട്ട് സെലക്ട് ആവും. കണ്ടില്ലേ? ഇങ്ങനെ സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ എക്സ് അടിക്കുക, ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ്, ഇതിനൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പക്ഷെ അത് ഈ വേറെ എലമെന്റുകളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഇത് അത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. ഒറ്റ കളറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ വേറൊരു ഓപ്ഷനാണ് ഇത്, ശരിക്കും നമ്മൾ ഒറ്റ ക്ലിക്കിൽ തന്നെ അത് ഇതായിട്ട് കിട്ടും. ഇപ്പം ഈ സെലക്ട് സബ്ജക്റ്റ് എന്നുള്ള ഏരിയ ഇത് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യാനും നിൽക്കണ്ട. ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്കിവിടെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ റേഡിയസും കാര്യങ്ങളൊക്കെ ഓക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ ഹെയറൊക്കെ ഇങ്ങനെ ഒരു ഇതില്ലാത്ത ഹെയർ ഉള്ള ഫോട്ടോസ് നമുക്ക് അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു ഹെയറുള്ള ഫോട്ടോ, ഈ ഫോട്ടോ എടുക്കുന്നത് കണ്ടില്ലേ? ഇവിടെ ഇങ്ങനെ ഈ രണ്ട് ഹെയർ ഇങ്ങനെ എടുക്കുന്നത്, അതൊക്കെ നമുക്ക് സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാം. സെലക്ട് സബ്ജക്റ്റ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. കണ്ട ആ ഹെയർ വരെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. കണ്ടില്ലേ? പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നല്ലൊരു ഓപ്ഷൻ അത്. കണ്ട ഇവിടെ കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മളെല്ലാവരും പെൻ ടൂളിൽ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇങ്ങനത്തെ ഇതിപ്പോൾ ഈ കളറ് ഇപ്പം ഈ പെണ്ണിൻ്റെ ചെവിയിൽ ഈ കളറ് ഭയങ്കര ലൈറ്റായി ഈ കളറാണ് ഇല്ലാണ്ടാവുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇതത്ര ക്ലിയർ അല്ല. ഷാർപ്പായുള്ള ഭാഗങ്ങളാണ് കൂടുതലായിട്ട് ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഷാർപ്പല്ലാത്ത ഭാഗം ഹൈഡായി പോകും. അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ കളർ റേഞ്ച് വെച്ചിട്ട് ഇതുപോലെ സെലക്ഷൻ ഉണ്ടാക്കിയെടുക്കണം. ഉണ്ടല്ലേ? ഇതിപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് കിടക്കണം. പിന്നെ ഇങ്ങനെയുള്ള ഏരിയകൾ കളയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നാലും കറക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ നമുക്ക് ഇപ്പം നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഫേസിൽ കുറേ മാർക്കുകളൊക്കെ ഉണ്ടാവും.
മിക്ക ആൾക്കാരും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണ ഒരു ടൂളാണ്. ഈ സ്റ്റുഡിയോക്കാരൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ സംഭവം, ക്ലോൺ സ്റ്റാമ്പ് ടൂൾ. ഷോർട്ട് കീ എസ് ആണ്. ഇത് ഓൾട്ട് പ്രസ് ചെയ്യുക. ഓൾട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ സാധനം ഇങ്ങനെ റിമൂവ് ചെയ്യാം. പിന്നെ ഒരു ടൂളാണ് ഈ സംഭവം, സ്പോട്ട് ഹീലിംഗ് ബ്രഷ്. അതുകൊണ്ട് മായ്ക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല, എന്നാലും പിന്നെ വേറൊരു ടൂളാണ് പാച്ച് ടൂള്. പിന്നെ സെലക്ട് ചെയ്യുക, പിന്നെ നീക്കുക. കണ്ടില്ലേ, കുറെ കുറഞ്ഞില്ലേ? ഓക്കെ. പിന്നെയുള്ള ടൂള്, പിന്നെ നമുക്ക് ആവശ്യം വരുന്നത്, ഇപ്പം ഇന്ന് ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി അടുത്ത കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പം എല്ലാവരും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇത്